എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന രണ്ടക്ഷരമുണ്ട്. എന്താണെന്നറിയോ? പണം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പണം എന്ന് പറയുന്നത്. പണമുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് അല്ലേ? വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കരുത്തോടെ നിലനിർത്താൻ പണത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിനെ അത്രക്കേറെ നമ്മൾ പ്രണയിക്കുന്നതും അത്രക്കേറെ അത് നേടണമെന്ന് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നതും. തീർച്ചയായിട്ടും ജീവിതത്തിൽ പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പണമുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം, പണമുണ്ടാക്കുക തന്നെ വേണം. എത്ര പണം ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് അത് നമ്മുടെ താല്പര്യങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ ചിന്തകളുമായി, നമ്മുടെ ആഗ്രഹങ്ങളുമായി, നമ്മുടെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ എത്ര പണം ഉണ്ടാക്കണം എന്നുള്ളത്. ആയിരങ്ങളാവാം, പതിനായിരങ്ങളാവാം, ലക്ഷങ്ങളാവാം, കോടികളാവാം. അത് ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള ചിന്തകളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഓരോ മനുഷ്യനും പണമെന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പണത്തിന് വലിയ സ്വാധീന ശക്തിയുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്. എന്നാൽ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും പണമുണ്ടാക്കുക എന്ന ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? ജീവിതത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പണത്തിന് ഇത്രയേറെ പ്രാധാന്യവും. എന്നാൽ അതുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ മാനസികമായ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് പണം തന്നെയാണ്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് പണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ജീവിതത്തിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അവസരങ്ങളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നൂറുകണക്കിന് അവസരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ അവസരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാനുള്ള ധൈര്യമോ ആത്മവിശ്വാസമോ ഒരു മനുഷ്യനില്ല എന്നുള്ളിടത്താണ് പലപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട് വളരാൻ സാധിക്കാത്തത്. നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ തെറ്റുണ്ട്. എന്താണെന്നറിയോ? ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഒരു ജോലി ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെടുന്ന ചില ഇടങ്ങളുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയല്ലേ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ സംഭവിക്കുന്ന എന്താണ്? പിന്നീട് ജീവിതകാലം മുഴുവൻ ആ ജോലിയിൽ നമ്മളിങ്ങനെ മുങ്ങി നിൽക്കും. പുതിയ അവസരങ്ങളിലേക്കോ സാമ്പത്തികമായി വളരാനുള്ള തൻ്റെ ചുറ്റുപാടുകളിലേക്കോ ഇറങ്ങാൻ പിന്നീട് അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ജോലി എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമായിട്ട് മാറുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരിക്കും അല്ലേ? ആ സമയത്ത് നമുക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു ജോലി. അത് ഒരു ഷോപ്പിൽ നിൽക്കുക എന്നതാവട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഈ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി ജീവിതകാലം മുഴുവൻ ആ ഷോപ്പിൽ തന്നെയാണ് നിൽക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഷോപ്പിൽ നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക് പോകും, അവിടെ നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക്. എപ്പോഴെങ്കിലും ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ഷോപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷോപ്പ് സ്വന്തമായിട്ട് എനിക്കുണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കിതുപോലൊരു ഷോപ്പിൻ്റെ ഓണർ ആവണമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചവർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉണ്ടാക്കിയവരാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു ഷോപ്പിലേക്ക് വീണ്ടും പോകും, അതിൽ നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക് വീണ്ടും പോകുമെന്നല്ലാതെ തൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളിലേക്കോ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കുന്നതിലേക്കോ ഒരാൾ ചിന്തിക്കുകയോ ആ അവസരങ്ങളിലേക്ക് ഇറങ്ങുകയോ ചെയ്യുന്നില്ല. കാരണം തനിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ അവസരം എന്ന ഒരു ചെറിയ സർക്കിളിനുള്ളിൽ അയാളുടെ ജീവിതം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളിടത്താണ് ജീവിതത്തിൽ അയാൾക്ക് സാമ്പത്തികമായിട്ട് വളരാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവുന്നത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് ജോലിയും ചെയ്യാം. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും പെട്ടെന്ന് പല ജോലികളും നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ആത്യന്തികമായിട്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് തനിക്ക് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരവസരം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ ഒരു ബോധം ഓരോ മനുഷ്യനും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സമയമാകുമ്പോഴേക്കും അയാൾ സാമ്പത്തികമായിട്ട് വളർന്നു വരും.
എന്നാൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാതെ പോകുന്നത് ഏതെങ്കിലും ഒരു സർക്കിളിനുള്ളിൽ നമ്മുടെ ജീവിതം ഒതുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുക. തൻ്റെ അവസരങ്ങളിലേക്ക്, തൻ്റെ ചുറ്റിലുമുള്ള നൂറുകണക്കിന് അവസരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റണം. പക്ഷെ പലപ്പോഴും കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആത്മവിശ്വാസക്കുറവാണ്. തനിക്കിപ്പോൾ കിട്ടുന്ന ജോലി ഒഴിവാക്കിയിട്ട് മറ്റൊന്ന് തുടങ്ങുമ്പോഴുണ്ടാകുന്ന വലിയ ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് ഏറ്റെടുക്കാൻ പലപ്പോഴും പലരും തയ്യാറാവുന്നില്ല. എന്നാൽ ഒരാൾ അതിന് തയ്യാറായാൽ ജീവിതത്തിൽ അന്ന് മുതൽ അയാൾ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടത് റിസ്ക് എടുക്കുവാനുള്ള മൈൻഡാണ്. നമുക്ക് മുന്നിലുള്ള അവസരങ്ങളിലേക്ക് ശക്തമായിട്ട് ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇൻ ദ മിഡിൽ ഓഫ് ഡിഫിക്കൽറ്റി ലൈസ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. അതായത് ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിലാണ് നമ്മുടെ എല്ലാ അവസരങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിലേക്ക്, ആ അവസരങ്ങളിലേക്ക് നമുക്ക് എന്നിറങ്ങാൻ സാധിക്കുന്നുവോ അന്നു മുതലാണ് നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യപ്പെടുന്നത്. പുതിയ അവസരങ്ങളിലേക്ക്, നിലവിലുള്ള സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും പുതിയ നേട്ടങ്ങളിലേക്ക് നമ്മൾ വളരുന്നത് ആ അവസരങ്ങളെ, ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടുള്ള പുതിയ അവസരങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഷോപ്പിൻ്റെ ഓണറെ സംബന്ധിച്ച് അയാൾക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് അല്ലേ? സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, പുതിയ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, അഡ്വർടൈസ്മെന്റ് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ അയാൾക്ക് നോക്കാനുണ്ടാവും. എന്നാൽ അതൊക്കെ നോക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത് കൊണ്ടാണ് നിങ്ങളെക്കാൾ കൂടുതൽ മികച്ചത്, നിങ്ങളെക്കാൾ എന്ന് ഉദ്ദേശിച്ചത് ആ ഷോപ്പിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാനേക്കാൾ കൂടുതൽ വരുമാനം അയാൾ ഉണ്ടാക്കിയത് ആ റിസ്ക് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായതുകൊണ്ടാണ്. ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഈ റിസ്ക് ഏറ്റെടുക്കുവാനുള്ള മനസ്സാണ്. അതിന് വേണ്ടത് ആത്മവിശ്വാസവും ധൈര്യവുമാണ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്നതിൽ നിന്നും ഉയർന്ന രീതിയിലുള്ള ജീവിത നിലവാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട്. നല്ല മാറ്റങ്ങളിലേക്ക്, അടുത്ത ഉയർന്ന നിലവാരമുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ആത്മവിശ്വാസമുള്ള, ധൈര്യമുള്ള വ്യക്തിയായി മാറുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള, ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളോടും ഷെയർ ചെയ്യുന്നത്. ഈ പ്രൊഫഷൻ ആയിരുന്നില്ല, ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷനിലായിരുന്നില്ല മുമ്പുണ്ടായിരുന്നത്, മറ്റൊരു മേഖലയിലായിരുന്നു. എന്നാൽ എനിക്ക് താല്പര്യമില്ലാത്ത മേഖലയിലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മെല്ലെ മെല്ലെ ഞാൻ റിസൈൻ ചെയ്ത് പൂർണ്ണമായിട്ട് ആ ജോബ് ഒഴിവാക്കി എൻ്റെ ഇഷ്ടമുള്ള മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെടുമ്പോൾ അത് ഒരു വലിയ റിസ്ക് തന്നെയായിരുന്നു. ഒരുപക്ഷെ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ക്ഷതം വളരെ വലുതായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ആദ്യം ചെയ്തത്, ഞാൻ ഏത് മേഖലയിലേക്കാണോ എത്തിപ്പെടാൻ ആഗ്രഹിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ട്രാക്കിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞാനത് റിസൈൻ ചെയ്യുകയും പിന്നീട് എൻ്റെ മേഖലകളിലേക്ക്, ഒരുപക്ഷെ ഞാനും എൻ്റെ വൈഫും ഒന്നിച്ചാണ് ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഒരുപാട് നാളുകൾക്ക് മുമ്പേ എടുത്ത് ആ ട്രാക്കിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്ത് പിന്നീട് കംപ്ലീറ്റ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് കൊണ്ടു നടക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തത് ആ ഒരു ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ, തീർച്ചയായിട്ടും ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആ റിസ്ക് ഏറ്റെടുക്കുവാനുള്ള മാനസികമായി കരുത്തുണ്ടാവണം. ആ കരുത്തുണ്ടാവണമെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്താവണം? കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളതാവണം. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെനിക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും, അതിനെ അതിജീവിക്കാൻ പറ്റും, ഞാൻ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് വിജയത്തിലെത്തിക്കാൻ പറ്റും എന്ന ഉറച്ച ആത്മവിശ്വാസവും തീരുമാനവും നിലപാടും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിൽ നിന്നും തനിക്ക് മാറി ചിന്തിക്കുവാനും പുതിയ അവസരങ്ങളിലേക്ക് ഇറങ്ങുവാനും എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്, നമുക്ക് മുന്നിൽ കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന നൂറുകണക്കിന് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, അതിലേക്ക് ഇറങ്ങുവാനുള്ള മനസ്സാദ്യം കാണിക്കുക, ധൈര്യത്തോടെ ഇറങ്ങുക, ആത്മവിശ്വാസത്തോടെ ഇറങ്ങുക. നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാട് എന്ന് മുതൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുവോ അന്ന് മുതൽ ജീവിതം സന്തോഷങ്ങളുടേതും ആത്മസംതൃപ്തിയുടേതുമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം പണത്തിന് ജീവിതത്തിൽ അത്രയ്ക്കേറെ പ്രാധാന്യമുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നമുക്കറിയാം നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെന്ന്. നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും അനുഭവിക്കുന്നത്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ചെലവിനനുസരിച്ചിട്ടെങ്കിലും നമുക്ക് വരുമാനമുണ്ടായിരിക്കണം. ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെലവിനനുസരിച്ചിട്ടെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷത്തോടെ, ആത്മസംതൃപ്തിയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ പൊളിച്ചെഴുതിയിട്ട്
തൻ്റെ വലിയ നല്ല അവസരങ്ങളെ, തൻ്റെ മുന്നിൽ കിടക്കുന്ന നൂറുകണക്കിന് നല്ല അവസരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും കാണിക്കുക എന്നുള്ളതാണ്. അതിനെല്ലാവർക്കും കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും ചിന്തകളും നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.